ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യക്ക് മറ്റൊരു തലവേദന ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് അമേരിക്ക. നമ്മൾ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുമ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയുടെ ഏറ്റവും വലിയ അടുത്ത രണ്ട്, അതായത് ചൈനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാധീനമുള്ള, ഇൻഫ്ലുവൻസ് ഉള്ള, അല്ലെങ്കിൽ ചൈനയുടെ ഏകദേശം ഒരു സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടും ഒക്കെ ചൈനയുടെ കോളനികളായിട്ട് മാറിയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. അപ്പോൾ ചൈന വൻതോതിൽ ഈ രണ്ട് രാജ്യങ്ങളിലും സമ്പദ് വ്യവസ്ഥയിൽ മാത്രമല്ല അവരുടെ പ്രതിരോധത്തിലൊക്കെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ ഏകദേശം 80% മുകളിൽ വരുന്ന പ്രതിരോധപരമായിട്ടുള്ള ആയുധങ്ങൾ, ആംസ്, എന്നുവെച്ചാൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആയുധങ്ങളുമൊക്കെ ഈ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 80-81% മുകളിൽ ചൈനയുടെ കയ്യിൽ നിന്നാണ് അവർ വാങ്ങിക്കുന്നത്. ചൈനയുടെ ചൈന പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെ ഒക്കെ നേവിയെ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വൺ ഫ്രണ്ട് ഒരു വാർ എന്നുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളായിരുന്നു. എന്നുവെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് സമയത്തും യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഉടലെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ടു ഫ്രണ്ട് വാറാണ്. എന്നുവെച്ചാൽ ചൈന, ഇന്ത്യ, ഇന്ത്യ ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ രണ്ട് യുദ്ധമുഖങ്ങളാണ് ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പാകിസ്ഥാനായിട്ടൊരു യുദ്ധം ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും 100% സപ്പോർട്ടോടുകൂടി ചൈന പാകിസ്ഥാൻ്റെ ഒപ്പം അവർക്ക് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കൊടുത്തുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ത്തിൽ സംശയമൊന്നുമില്ല. കാരണം പാകിസ്ഥാന്റെയും ചൈനയുടെയും തമ്മിൽ സെക്യൂരിറ്റി റിലേഷൻസ് അത്ര കണ്ട് വളർന്ന് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഇൻ്റർ ഓപ്പറബിൾ ഫോഴ്സായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈന എല്ലാ തരത്തിലും, ഇപ്പം നേരിട്ട് ചൈന അതിനകത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ തന്നെയും ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള, ഇപ്പം ഉദാഹരണത്തിന് ആയുധങ്ങൾ കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു, പാകിസ്ഥാന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആംസ്, അമ്യൂണിഷൻസ് ഒക്കെ കൊടുക്കുവാൻ ചൈന പ്രതിജ്ഞാബദ്ധമാണ്. അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സെക്യൂരിറ്റി റിലേഷൻസ് അനുസരിച്ച് പിന്നെ ഓൾറെഡി ചൈനയുടെ മിലിറ്ററി, ഇപ്പോൾ ഒരു രാജ്യവും പിന്നെ ഇതുപോലൊരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം മറ്റൊരു രാജ്യത്തിന് പൂർണ്ണമായിട്ട് നിയന്ത്രണം അല്ലെങ്കിൽ സ്വാധീനമുള്ള മിലിറ്ററിയുടെ കാര്യത്തിൽ ഇപ്പം ഇന്ത്യ തന്നെ പണ്ട് സോവിയറ്റ് യൂണിയനെയൊക്കെ ഏറെക്കുറെ ആശ്രയിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ തന്നെ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പർച്ചേസ് നമ്മൾ ഡൈവേഴ്സിഫൈ, വിന്യസിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ ഇന്ന് പൂർണ്ണമായിട്ടും 80% അവർ കൂടുതലും ഈ പറഞ്ഞ ചൈനയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ ചൈന പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഡിഫൻസിനെ, മിലിറ്ററിയെ അവർ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെ ഒക്കെ നേവൽ ഫോഴ്സിനെ അവർ ശരിക്കും മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യ നേരത്തെ വൺ ഫ്രണ്ട് വാറായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ടു ഫ്രണ്ട് വാർ തിയേറ്ററാണ്. രണ്ട് യുദ്ധമുഖങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ബംഗ്ലാദേശിനെ ചൈനയുടെ പൂർണ്ണമായിട്ടുള്ള കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനവും അല്ലെങ്കിൽ നിയന്ത്രണവും ഉണ്ടാക്കിയെടുക്കാൻ ചൈനയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഫ്രണ്ട് വാർ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസരം ഇന്ത്യയെ സംബന്ധിച്ചു. അപ്പോൾ ഈ ന്യൂസിൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് അമേരിക്ക ബംഗ്ലാദേശിന് കൂടുതൽ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഇത് ഇന്ത്യക്ക് വലിയ ആശങ്ക ഉണ്ടാക്കി വെക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എ ബിഗ് ത്രെറ്റ് ഫോർ ഇന്ത്യ ആസ് യുഎസ് ടു സെൽ മോഡേൺ വെപ്പൺസ് വർത്ത് മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആധുനിക യുദ്ധ ഉപകരണങ്ങൾ അമേരിക്ക ബംഗ്ലാദേശിന് കൊടുക്കുവാൻ വേണ്ടിയുള്ള ധാരണയായിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുവാൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയെ സംബന്ധിച്ച് ബംഗ്ലാദേശിൻ്റെ മുകളിൽ ചൈനയ്ക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ ബാലൻസ് ചെയ്യാനോ കുറയ്ക്കുവാനോ വേണ്ടിയായിരിക്കാം. പക്ഷേ
ബംഗ്ലാദേശിന് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് അത് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാൻ പോകുന്നില്ല, ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നില്ല. ബംഗ്ലാദേശിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാജ്യം ഇന്ത്യയായിട്ടുള്ളതായിരിക്കും. അപ്പം ഇന്ത്യക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ത്രെട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണി നിലനിൽക്കുന്നതാണ്. അപ്പം യു എസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ യു എസ് അങ്ങനെ ഒരു പദ്ധതി യു എസും ബംഗ്ലാദേശും തമ്മിൽ ഈ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇന്ത്യയുടെ സെക്യൂരിറ്റി ത്രെട്ടിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ വളരെയധികം ഭീഷണി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്നാണ് പൊതുവെയുള്ള സെക്യൂരിറ്റി എക്സ്പേർട്സും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ യു എസ് ആർമിയുടെ ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോൾ പി വവൽ ഈ ബംഗ്ലാദേശ് മാർച്ച് 24-ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സന്ദർശിക്കുകയും ബംഗ്ലാദേശിൻ്റെ ആർമി ഒഫീഷ്യൽസുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തു. അപ്പോൾ ആ കൂടിക്കാഴ്ചയിലാണ് പിന്നെ അമേരിക്ക ബംഗ്ലാദേശിന് ഇതുപോലുള്ള അത്യാധുനിക യുദ്ധ പിന്നെ എന്താണ് പറയുന്നത് ഈ വെപ്പൺസ് അല്ലെങ്കിൽ ആംസ് ഒക്കെ കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അങ്ങനൊരു പദ്ധതി മുന്നോട്ട് നടപ്പിലാക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യു എസ് ഈസ് പ്രിപ്പയർഡ് ടു എന്ന് പറയുന്നത് യു എസ് അതിന് തയ്യാറാണ് ഏറ്റവും നല്ല രീതിയിലുള്ള സഹായങ്ങൾ സപ്പോർട്ട് ബംഗ്ലാദേശ് ആർമിക്ക് കൊടുക്കുവാൻ വേണ്ടി. അപ്പോൾ അത് മിലിറ്ററി ഓബ്ലിഗേഷന്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ റിലീഫ്. ഡിസാസ്റ്റർ നമ്മൾ ഈ പറഞ്ഞ ഈ വെള്ളപ്പൊക്കവും ഭൂമിയൊലുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആർമിയാണല്ലോ എല്ലാ രാജ്യത്തും മുൻനിരയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശ് ആർമിയെ കൂടുതൽ ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അതിന് കൂടുതൽ സജ്ജമാക്കാനോ ഒക്കെ യു എസ് ആർമി അല്ലെങ്കിൽ യു എസ് ഡിഫൻസ് സപ്പോർട്ട് ബംഗ്ലാദേശിന് കൊടുക്കാൻ തയ്യാറാണെന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കൺസേൺ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബംഗ്ലാദേശും കൂടുതലായിട്ടുള്ള മിലിറ്ററി സഖ്യം ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഈ സെന്റ് മാർട്ടിൻ ഐലൻഡ് നേരത്തെ തന്നെ അമേരിക്ക അവിടെ കണ്ണുവച്ചിട്ടുള്ളതാണ്. അതിലല്ലോ സെന്റ് മാർട്ടിൻ ഐലൻഡ് പിന്നെ അമേരിക്കയുടെ കയ്യിൽ കിട്ടണമെന്നുള്ള ആഗ്രഹം അമേരിക്കയുണ്ട്. കാരണം അവിടെ അവർക്ക് മിലിറ്ററി ബേസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ചൈന മാത്രമല്ല ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനെയൊക്കെ അവർക്ക് ഭാവിയിൽ പിന്നെ എന്താണ് പറയുന്നത് ഈ ഗൺ ബോട്ട് ഡിപ്ലോമസി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിക്ക് നിർത്താൻ സാധിക്കും എന്നുള്ളത് നമുക്ക് അവരുടെ ജിയോ പൊളിറ്റിക്കൽ നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഒരു പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു അയൽരാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണമല്ല, എന്താ വെച്ചാൽ എപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഭരണമല്ല അവിടെ നിലനിൽക്കുന്നത്. ഭരണം അവിടെ മാറിയും മറിഞ്ഞും വരാം. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു മിലിറ്ററി അലയൻസ് ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള മിലിറ്ററി അലയൻസ് ഇന്ത്യക്ക് എത്രത്തോളം പിന്നെ ശുഭകരമല്ല എന്നുള്ളത് നമുക്ക് സ്പഷ്ടമാണ്. അപ്പോൾ അത് ഈ ബംഗ്ലാദേശ് അമേരിക്കയിൽ നിന്നും ആയുധം വാങ്ങുന്നുണ്ട്, ചൈനയിൽ നിന്നും തീർച്ചയായിട്ടും അവർ നല്ല തോതിൽ ആയുധം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ അമേരിക്ക അവിടെ ബംഗ്ലാദേശായിട്ടുള്ള ഈ ബന്ധം കൂടുതൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ മുകളിൽ ചൈനയ്ക്കുള്ള സ്വാധീനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് അല്പം ആശ്വാസം ലഭിക്കുമെങ്കിൽ തന്നെയും, പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ ബംഗ്ലാദേശിന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും നമ്മളൊരു ബാലൻസ് ഓഫ് പവർ ഉണ്ട്. ആ ബാലൻസ് ഓഫ് പവറിൽ നേരിയ വ്യത്യാസം വരികയും അത് ഇന്ത്യക്ക് അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലായിരിക്കത്തില്ല എന്നതാണ് ഇവിടുത്തെ കാഴ്ചപ്പാടുകൾ വന്നത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നം ഇന്ത്യക്ക് രണ്ട് രീതിയിലായാലും ശരി, കാരണം ബംഗ്ലാദേശിന് ചൈനയോടുള്ള ബന്ധമായാലും ശരി, ബംഗ്ലാദേശിന് അമേരിക്കയായിട്ടുള്ള ഈ പറഞ്ഞ ബന്ധത്തിലായാലും ശരി, അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്യൂരിറ്റി റിലേഷൻസ് എല്ലാം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അമേരിക്ക ബംഗ്ലാദേശിനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ അടുത്ത സമയത്ത് നമ്മൾ മറ്റൊരു ന്യൂസിൽ പറഞ്ഞാണ് ഇന്ത്യക്ക് F-35 തരാം എന്ന് വലിയ വായിൽ വീമ്പിളക്കിയ ഡൊണാൾഡ് ട്രംപ് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാൻ F-16 പിന്നെ എന്താണ് പറയുന്നത് റിപ്പയർ മെയിൻ്റനൻസിനൊക്കെ വേണ്ടി 300 ചില്ലാനത്തിന് മേളിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ സഹായം പാകിസ്ഥാൻ അനുവദിച്ചായിട്ടുള്ള വാർത്തകൾ നമ്മൾ വായിച്ചത്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പിന്നെ നയപരിപാടികൾ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾ അവരുമായിട്ട് ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള
ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ അമേരിക്ക എടുക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമേരിക്ക എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്ത അമേരിക്കൻ ആർമി പ്രൊഫഷണലിൻ്റെ സോറി ലെഫ്റ്റനന്റ് ജനറൽ ബംഗ്ലാദേശ് ആർമിയുടെ പ്രൊഫഷണൽസിനെ കുറിച്ച് കൂടുതൽ പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പിന്നെ കോപ്പറേഷൻ ഈ റീജിയണൽ സെക്യൂരിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും ഒക്കെ വളരെ അത്യാവശ്യമാണെന്നൊക്കെ പറയുക. പക്ഷേ അമേരിക്കയുടെ ശരിക്കുമുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് മാർട്ടിൻ ഐലൻഡിൻ്റെ പിന്നെ അധികാരം അല്ലെങ്കിൽ ഓണർഷിപ്പ് അവർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ അവിടെ അവർക്ക് കൂടുതൽ സാധനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ബംഗ്ലാദേശിനെ വലുതിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയുടെ സ്വാധീനം കുറയ്ക്കുവാനും ചൈനയെ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലൊക്കെ അവർക്ക് ന്യൂട്രലൈസ് ചെയ്യാനും മറ്റൊരു ഇന്ത്യയെ പോലെ തന്നെ മറ്റൊരു സഖ്യ കക്ഷിയായിട്ട് ബംഗ്ലാദേശിനെ കിട്ടുകയാണെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിരിക്കും. ആ രീതിയിലാണ് അവർ ബംഗ്ലാദേശിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യം. ഒരുപക്ഷെ ആൻറ്റി ഇന്ത്യ ഓപ്പറേഷന് വേണ്ടി ആയിരിക്കത്തില്ല, ആൻറ്റി ചൈന ഓപ്പറേഷന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കുന്നത്. അത് ഏറ്റവും ബെറ്ററായിട്ട് സാമ്പത്തിക പ്രതിരോധ മേഖലകളിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കും ഇത് സ്ഥാപിച്ചെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ വൈറ്റലായിട്ടുള്ള ഒരു നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമാണ്. വർദ്ധിച്ചു വരുന്ന ചൈനയുടെ പിന്നെ സ്വാധീനത്തെ തടയിടുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ തന്നെ ആയിരിക്കും. അപ്പം അത് വലിയൊരു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യനെ ഒരു തലവേദനയായിട്ടാണ് കാണുന്നത്. കാരണം ബംഗ്ലാദേശ് നമുക്കറിയാം, നമുക്കത്ര ഒരു സുഖകരമായിട്ടുള്ളൊരു നെയ്ബറിങ് കൺട്രി അല്ല. അതുകൊണ്ട് ബംഗ്ലാദേശിന് കൂടുതൽ പിന്നെ അത്യാധുനികമായിട്ടുള്ള അവരുടെ മിലിറ്ററി മോഡേണൈസേഷനും അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഒക്കെ ബംഗ്ലാദേശിൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു റീജിയണൽ പവർ എന്ന രീതിയിൽ നമ്മുടെ ബാലൻസ് ഓഫ് പവറിനെ അത് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അത് അമേരിക്ക നമ്മളുമായിട്ട് വളരെ കൂടുതൽ ഏഹ്, ബന്ധം സ്ഥാപിച്ചെടുക്കുമ്പോഴും ഇന്ത്യക്ക് അനുകൂലമല്ലാത്തൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു നയപരിപാടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് ഇന്ത്യയെ നമുക്ക് അവർ കാര്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പാർട്ണറായിട്ട് കണക്കിലാക്കിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനാവില്ല. അപ്പം ഇത് പിന്നെ ഭാവിയിൽ കൂടുതൽ ഈ മിലിറ്ററി ടു മിലിറ്ററി റിലേഷൻ ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള മിലിറ്ററി ടു മിലിറ്ററി റിലേഷൻ കൂടുതൽ ശക്തമായുള്ള സാധ്യതയുണ്ട്. കാരണം ചൈന ഫാക്ട് കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലുള്ള ബന്ധം ശക്തമാവുകയും അമേരിക്ക കൂടുതൽ വെപ്പൺസ് അല്ലെങ്കിൽ ആയുധങ്ങൾ ബംഗ്ലാദേശിന് കൊടുക്കുവാൻ സന്നദ്ധമാവുകയാണെങ്കിൽ ചൈനയ്ക്ക് ബംഗ്ലാദേശിൻ്റെ മുകളിലുള്ള വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്ത്യക്ക് ഇതൊരു സെക്യൂരിറ്റി കൺസേൺ ആണ്. അത് ഇന്ത്യക്ക് ഒരു ആശങ്കയായി മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് നമുക്ക് ഒരു രീതിയിലും അവരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അവരുടെ നയപരിപാടികളിൽ നമുക്ക് സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ നമ്മളെ മാറ്റുവാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാന് F-16 സഹായത്തിന് വേണ്ടി 400 അല്ലെങ്കിൽ 350 മില്യൺ ഡോളറിന് മേളിൽ ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. ട്രംപ് നമ്മളുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണെന്നും മോഡിയുടെ വലിയ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടികൾ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അമേരിക്കയെ പൂർണ്ണമായിട്ടും ഒരു രീതിയിലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ചൈന വൻതോതിൽ സഹായിക്കുന്നുണ്ട്, ഇക്കണോമിക്കലി അതുപോലെ തന്നെ മിലിറ്ററിലി. കാരണം പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും നേവൽ ഫോഴ്സിനെയൊക്കെ വളരെ ശക്തമായിട്ട് ഈ ചൈന മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മോഡേണൈസേഷൻ രണ്ട് സൈഡിലാണ് ഇന്ത്യയെ സംബന്ധിച്ച്, ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും, പാകിസ്ഥാൻ സൈഡിലും ബംഗ്ലാദേശ് സൈഡിലും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ അവർ ഒരുപോലെ ശക്തിപ്പെടുത്തിയെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യൻ നേവൽ ഫോഴ്സിനും ഒക്കെ തന്നെ വലിയൊരു ത്രെട്ടായിട്ടും അല്ലെങ്കിൽ നമ്മളെ എൻസർക്കിൾ ചെയ്യുന്നതിന് തുല്യമായിട്ട് അത് ഭാവിയിൽ വളരെ സമീപ ഭാവിയിൽ തന്നെ അതിനെ മാറ്റിയെടുക്കാൻ ചൈനയ്ക്ക് കഴിയും എന്നുള്ളതിനാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ത്യൻ നേവി വളരെ ശക്തമായിട്ട് നമ്മുടെ ഫോഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്നത് ഫയർ പവറിനെ ഇൻക്രീസ് ചെയ്യാനും വർദ്ധിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നേവൽ ഫോഴ്സും നമ്മുടെ നേവൽ ഫോഴ്സിലും ഗവൺമെൻറ് കാര്യമായ രീതിയിലുള്ള ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. കൂടുതലിനെ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഷിപ്പുകളും സബ്മറൈൻസും ഒക്കെ ഇന്ത്യ പിന്നെ എന്താ നേവിയിലേക്ക് ആഡ് ചെയ്യുന്നതിൽ വളരെ ഇപ്പോൾ
ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഇന്ത്യക്ക് ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇല്ലെങ്കിൽ തന്നെയും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇന്ത്യൻ ഓഷ്യനിലെ പ്രസൻസ് ഇന്ത്യക്ക് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ നേവൽ ഫോഴ്സിനാണ് ഇന്ത്യൻ ഓഷ്യനിൽ ഇപ്പോൾ ഡോമിനൻസ് ഉള്ളത്. അപ്പം ചൈനയുടെ ശക്തി വർദ്ധിച്ചു വരികയാണെങ്കിൽ അതിനെ നമുക്ക് പിന്നെ അതിനനുസരിച്ച് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു ഇതുവരെ നമുക്കുണ്ടായിരുന്ന ഒരു ഡോമിനൻസ് ആയിരിക്കും ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞിട്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഇന്ത്യൻ ഓഷനിലെ ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞിട്ട്. അപ്പം ചൈന ഈ രണ്ട് രാജ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയെടുത്ത് ചൈനയുടെ ശക്തിയോട് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ നേവിക്ക് അല്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടാണ് ഇപ്പോൾ അമേരിക്ക ബംഗ്ലാദേശിന് ഇങ്ങനൊരു സഹായം കൂടെ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് ഏത് രീതിയിലുള്ള സെക്യൂരിറ്റി കൺസേൺ ഉണ്ടാക്കും അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ ഏത് രീതിയിലുള്ള നയപരിപാടികളായിരിക്കും ഇതിനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എടുക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.